സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ബിഗ് ബോസിലുണ്ടായിരുന്ന ബിഗ് ബോസിലെ ഒരു മാരാര് അഖിൽ കോട്ടത്തല എന്നറിയപ്പെടുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ബിഗ് ബോസിലെ വിന്നറൊക്കെ ആയിട്ടുള്ള അഖിൽ മാരാരും അതേപോലെ തന്നെ പിഷാരടിയും ഒക്കെ മത്സരിക്കാനായിട്ട് നിൽക്കുന്ന നമുക്കറിയാം. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് അഖിൽ മാരാരും UDFന്റെ സാരഥിയായിട്ട് പാലക്കാട് ഈ നമ്മുടെ പിഷാരടി നിൽക്കുന്ന ഒരു കാര്യം നമുക്കറിയാം. പിഷാരടി അവിടെ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം വന്നപ്പോൾ മമ്മൂക്കയെ പിഷാരടി കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പല രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പിഷാരടിക്കെതിരെ ഇപ്പോൾ ഈ പറയുന്ന NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സംഘി പുത്രനായിട്ടുള്ള അഖിൽമാരാർ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അഖിൽമാരാർ പറയുന്നത്, ഈ എന്തെങ്കിലും നാട്ടിലെ ഏതെങ്കിലും വിഷയങ്ങളിൽ ഇറങ്ങി ചെന്നിട്ട് എന്തെങ്കിലും ഈ പറയുന്ന പിഷാരടി എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുന്നുണ്ടോ? സിനിമയിൽ നിന്ന് കുറേ കാശുണ്ടാക്കി കുറേ കാറ് വാങ്ങി അങ്ങനെ ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് പിഷാരടിയുടേത്. ഏതെങ്കിലും മരണങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങളിൽ ഇറങ്ങി നടക്കുന്നുണ്ടോ? ഒരു സെലിബ്രിറ്റി എന്നതിനേക്കാൾ അപ്പുറം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അഖിൽ മാരാർ ഈ പറയുന്ന പിഷാരടിക്കെതിരെ ഒരു വിദ്വേഷ പരാമർശം അല്ലെങ്കിൽ പിഷാരടിക്കെതിരെ സംസാരിക്കുന്നത്. ഞാൻ എന്തായാലും ആ വീഡിയോ നിങ്ങളെന്ന് ആദ്യം കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീട്ടിലേക്ക് പോകാം. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നത്. രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണോ? ഒരു രാഷ്ട്രീയക്കാരൻ വന്നിരിക്കുന്നു. ആദ്യം ഒരു വാർഡ് മെമ്പറെങ്കിലും ആവാൻ നോക്കും. അത് സിനിമയിൽ അഭിനയിക്കുന്നവർ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷങ്ങളിലേക്ക് ജീവിക്കുന്നു. നിനക്കും സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിന്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ ഒരു സഹയാത്രികൻ. അങ്ങനെ ചുമ്മാ പറഞ്ഞാലൊന്നും പാടില്ല. എന്നാലും പറയാം, എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിൽ ഒരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വീട്ടിൽ തന്നെ പറയുള്ളൂ. അപ്പൊ ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിക്കണം. കണ്ടില്ലേ, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ ഇറങ്ങി തിരിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പിഷാരടി കാണിക്കുകയാണ്. പിഷാരടിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കേവലം ഒരു തുക്കട പരിപാടിയായിട്ടുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അഖിൽ മാരാറിൻ്റെ വലിയ മെഴുകലുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അല്ല, ഈ ഒരു വീഡിയോയിൽ ഉടനീളം അങ്ങനെയാണ് കാണുന്നത്. അതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ എനിക്ക് ഇതുവരെയും കിട്ടിയില്ല. അതിൻ്റെ ഷോർട്സിൽ പലരും എഡിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു റിയാക്ഷൻ വീഡിയോ പോലെയുള്ള വീഡിയോ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ അഖിൽ മാരാർ പറയുന്നത് കേട്ടാൽ, അഖിൽ മാരാർ നമ്മുടെ ഈ നാട്ടിലെ എല്ലാ വിഷയങ്ങൾക്കിടയിലും പ്രതികരിക്കുന്ന, എല്ലാ അനീതിക്കെതിരെയും പോരാടുന്ന, എന്ത് കണ്ടാലും തുറന്നു പറയുന്ന ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ് എന്നുള്ളൊരു കാര്യം അഖിൽ മാരാർ ഇങ്ങനെ എടുത്തു പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു വിപത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ബാധിച്ച ഒരു സംഭവം നമുക്കറിയാം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് തിരിച്ച് മറുപടി കൊടുത്ത ഒരു സംഭവം. ആ സംഭവത്തിൽ പഹൽഗാവിലുണ്ടായ ആ ഒരു തീവ്രവാദികളുടെ ആക്രമണത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ വളരെ മോശമായിട്ട് അവഹേളിച്ചുകൊണ്ട് സംസാരിച്ച ഒരാളാണ് അഖിൽ മാരാർ എന്ന് പറയുന്ന ഈ സംഘി പുത്രൻ. ഇന്ന് സംഘിപുത്രനായിട്ട് നിൽക്കുന്ന ഈ അഖിൽ മാരാർ അന്ന് വളരെ മോശമായിട്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തെയും പറ്റിയുമൊക്കെ പരാമർശിച്ച ഒരാളാണ്. ഞാൻ എന്ത് വന്നാലും ചാണകത്തിൽ ചവിട്ടില്ല എന്ന് പറഞ്ഞ അഖിൽ മാരാറാണ്. ഈ NDA എന്ന് പറയുന്നത് ചാണകത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന, അല്ലെ ചാണകവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഒരു ടീംസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ അഖിൽ മാരാറിൻ്റെ ഈ ഒരു സംസാരം കേട്ട് കഴിയുമ്പോൾ. അപ്പോൾ എന്ത് വന്നാലും ഞാൻ ചാണകത്തിൽ പോയി വീഴില്ല എന്ന് പറഞ്ഞ അഖിൽ മാരാർ കാല് വഴുതി വീണു എന്ന് മാത്രമല്ല, കയ്യും കാലും വഴുതി അതിൽ വീണിട്ട് ആ ചാണകം നക്കി തിന്നുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ ചാണകം നക്കി തിന്നുന്ന അഖിൽ മാരാർ ഈ പറയുന്ന പിഷാരടിക്കെതിരെ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നു. എൻ്റെ അഖിൽ മാരാരെ, കേവലം ബിഗ് ബോസിൽ മാത്രം ഉണ്ടായിരുന്ന ഒരാളെന്നതിനേക്കാൾ അപ്പുറം നിനക്ക് ഒരു വിലയുമില്ല. നീ സ്വന്തം നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കളിയാക്കിയ ഒരു തോൽവി പയ്യൻ തന്നെയാണ്. ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, മോഹൻലാലെ ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നീ വലിയ സംഭവമാണെന്ന് നീ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ വെറും വട്ടപൂജ്യമാണ്. അങ്ങനെ വട്ടപൂജ്യമായിട്ടുള്ള നീ, നിനക്ക് എന്ത് യോഗ്യതയാണ് പിഷാരടിയെ പറ്റി പറയാനുള്ളത്? പിഷാരടി ഇതിന് കൊടുക്കുന്നതിന് മറുപടിയുണ്ട്. പിഷാരടി ഇതിൽ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: അഖിൽ ഇന്ന് പറയുന്നതിനൊന്നും നമ്മളിപ്പോൾ മറുപടി പറയരുത്. ഒരാഴ്ച കഴിഞ്ഞ് തിരുത്തി പറയും. 2 വർഷം കാത്തിരിക്കണം. എന്നിട്ടും അഖിൽ അത് തന്നെയാണോ പറയുന്നതെന്ന് ഉറപ്പിച്ചിട്ടേ നമ്മൾ മറുപടി പറയാവൂ. രമേശ് പിഷാരടി എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഖിൽ മാരാറിന് എതിരെ അല്ലെങ്കിൽ അഖിൽ മാരാറിന് തിരിച്ച് പണി കൊടുത്ത രമേശ് പിഷാരടിയുടെ ഒരു വീഡിയോ അതോടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവിടെ കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീട്ടിലേക്ക് വരാം. കാര്യങ്ങളെന്നൊക്കെ പറയാൻ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല, അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തെങ്കിലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളിനെ തിരിച്ചു പറയും.
ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിങ്ങളുടെ ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ സംബന്ധിച്ചാണ് ഇത്രയും നല്ല രീതിയിൽ മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരാൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കും. ഇതിൽ വേറെയും കുറേ അധികം വീഡിയോസ് വന്നിട്ടുണ്ട്. അതിൽ അഖിലിനെ ശ്രദ്ധിക്കാനൊന്നും എനിക്ക് സമയമില്ല, ഇന്ന് മോശം പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ മഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാരെന്നും, ഒരു നിലപാടും നിലവാരവും ഇല്ലാത്തൊരു വ്യക്തിയാണ് അഖിൽ മാരാരെന്നും എന്നാണ് പിഷാരടി പറയുന്നത്. അതിൻ്റെ ബാക്കി വീഡിയോസ് കൂടെ ഉണ്ട്, അവിടെ നിന്ന് കാണിച്ചു തരാം. അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തെങ്കിലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തെങ്കിലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളിനെ തിരുത്തി പറയും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ആണ് ഉണ്ണി അദ്ദേഹത്തിനെ കണ്ടപ്പം ഇട്ട ഫോട്ടോയ്ക്കല്ലേ പറഞ്ഞത്. അത് കുഴപ്പമില്ല. അദ്ദേഹം BJPയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഒരാൾ കാണുന്നതിന് കണ്ടു. ഉണ്ണി എന്റെ സുഹൃത്താണ്, എന്റെ സഹപ്രവർത്തകനാണ്. അതിലൊരു ആശംസ പറയുന്നൊരു തെറ്റില്ല. ഞാൻ മുകേഷേന്റെ ഇന്നസെന്റിന്റെ പ്രചരണത്തിന് പോയിട്ടുണ്ട്. അപ്പോഴാവും അപ്പൊ ഞാൻ പെട്ടില്ലേ. ആ വീഡിയോ ഒക്കെ എടുത്ത് തപ്പിക്കഴിഞ്ഞാല് ഇനിയിപ്പോ എന്തൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ മുകേഷ് ഏട്ടന്റെ കൂടെ ഞാൻ സുരാജും പോയിട്ടുണ്ട്, ഇന്നസെന്റ് ഏട്ടന്റെ പ്രചരണത്തിന് ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ സഹപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ അതാ പറഞ്ഞത്. എനിക്ക് കുറെ അധികം ആളുകളെ മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ലോണം. എനിക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതില്ലാത്തവർ ഇത് തപ്പിക്കൊണ്ട് നടക്കട്ടെ, ഇനിയും മുന്നിലേക്ക് പോട്ടെ. പുറകിലോട്ടൊക്കെ തപ്പിയ പഴയ കോമഡി പരിപാടിയുടെ ഒക്കെ നല്ല പീസുകൾ കിട്ടും, കൊണ്ടുവരിക. ഓക്കെ, അതല്ലേ ഏറ്റവും ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന സാധനം. ആരാന്ന് പറഞ്ഞല്ലോ, ഭാഗ്യം ഓരോന്ന് പറയാൻ പറ്റിയില്ല. സ്ഥാനാർത്ഥി എല്ലാം മൊത്തമാക്കിയത് കുഴപ്പമില്ല, അത് പറഞ്ഞോട്ടെ കേട്ടോ. എല്ലാരും പറഞ്ഞോട്ടെ. അവർക്ക് ജനങ്ങൾക്കൊക്കെ ആളുകളെയൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പരസ്പരം ഒരു വാരി എറിയുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് എനിക്കൊന്ന് മാറിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാകുന്ന രീതിയിൽ, വളരെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെയുള്ള ഇവിടെയുള്ള ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്കും അവരുടെ കാര്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയം തുടർന്നു പോകുന്ന ഒരാളാണ്. കണ്ടില്ല, വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പിഷാരടി അവിടെ കാര്യം പറയുന്നത്. അരസംഖി എന്നുള്ള തനിക്കെതിരെ പറയുന്ന ആ പേരുകളിൽ പിഷാരടി പ്രതികരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അഖിൽമാരാരൻ ഇട്ട് കൊടുക്കുന്ന 8ന്റെ പണിയല്ല, അഖിൽമാരാരന് കൊടുക്കുന്ന നല്ല ശക്തവും വ്യക്തവുമായിട്ടുള്ള മറുപടിയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അഖിൽമാരാർ വിചാരിച്ചത് അഖിൽ കോട്ടത്തല എന്ന് പറയുന്ന സംഘി NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സംഘിക്കുട്ടനായിട്ടുള്ള സംഘിപുത്രനായിട്ടുള്ള ബിഗ് ബോസിന്റെ സംഘിക്കുട്ടൻ, അവൻ വിചാരിച്ചത് അവൻ എന്തെങ്കിലുമൊക്കെ മെഴുകി കഴിഞ്ഞാൽ അവന് കയ്യടി കിട്ടാനും മാസ് ബീജം കയറ്റി റീൽസ് ഇടാൻ വേണ്ടി റീൽസോളികളൊക്കെ വരുമെന്നാണ്. എന്നാൽ അവൻ വിചാരിച്ചതുപോലെ ഒന്നും നടന്നിട്ടില്ല. അവനെ വലിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും വന്നത്, പലതെന്നല്ല എല്ലാ ആളുകളും വന്നത്, പിഷാരടി അടക്കം. പിഷാരടി പറഞ്ഞത് ഇങ്ങനെയുള്ള ചീള് കേസിനൊന്നും പ്രതികരിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ അഖിൽ എന്താണ് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നു കൂടിയില്ല. എനിക്ക് നല്ല തിരക്കുകളുണ്ട്, ഞാൻ ആ തിരക്കുകളിൽ അതിൻ്റെ പിന്നാലെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അഖിൽ എന്തൊക്കെയോ പറയുന്നു, അഖിൽ എന്തൊക്കെയോ ചെയ്യുന്നു, അഖിലിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. നമുക്കൊന്നും അതിൽ പറയാൻ പറ്റില്ല. കാരണം ഇന്ന് നമ്മളിത് പറഞ്ഞാൽ നാളെ ഇത് മാറ്റി പറയും. ഇനി നാളെ ഇത് മാറ്റി പറയാമെന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് എന്തെങ്കിലും പറയാമെന്ന് വെച്ചാലോ, ഇനി അത് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും മാറ്റി പറയും. അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാമെന്ന് വെച്ചാലോ അടുത്ത മാസം ആകുമ്പോൾ അത് വീണ്ടും മാറ്റി പറയും. ഇങ്ങനെ വാക്കുകൾക്കും തലയ്ക്കും ഒരു സ്ഥിരതയില്ലാത്തൊരു വ്യക്തിയാണ് അഖിൽമാരാരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പിഷാരടി അഖിൽമാരാരന് നല്ലൊരു മറുപടി കൊടുക്കുന്നത്. ആ ഒരു മറുപടിയിൽ അഖിൽമാരാർ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്. കൊന്നിട്ട് പോടാ എന്ന് പറയുന്ന ഒരവസ്ഥ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അഖിൽമാരാറിന്. അപ്പോൾ എന്തായാലും മാരാർ വിചാരിച്ചത് മാരാർ എന്ത് വിടുവായത്തരം പറയുന്നത് പോലെ പിഷാരടിക്കെതിരെ അങ്ങ് പറയാമെന്നാണ്. പക്ഷേ പിഷാരടി എന്ന് പറയുന്നൊരു മനുഷ്യൻ ആങ്കറിങ് മേഖലകളിൽ കൂടി വന്ന് സിനിമയിലും വന്ന് എല്ലായിടത്തും വായത്താളം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലേ. അങ്ങനെ മനുഷ്യൻ്റെ അടുത്ത് അഖിലിനെ വിചാരിച്ചു കഴിഞ്ഞാൽ അഖിൽ മുട്ടാൻ പറ്റില്ല. അഖിലും വായത്താളം അടിക്കുന്നുണ്ട്. പക്ഷേ ചില വിഷയങ്ങളിൽ അഖിൽ വായത്താളം അടിച്ച് അഖിൽ വായിൽ തന്നെ മേടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. താളം നല്ലപോലെ മേടിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ പിഷാരടിയെ ചൊറിയാൻ നോക്കി, പിഷാരടി കയറി മാന്തി. അങ്ങനെ മാന്തിയ സംഘിക്കുട്ടൻ്റെ ഒരു രോദനം, അല്ലെങ്കിൽ അങ്ങനെ മാന്തൽ കിട്ടിയ സംഘിക്കുട്ടൻ്റെ രോദനമൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും ഈ സംഘിക്കുട്ടൻ്റെ ഇനിയുള്ള കരച്ചിലുകൾ നമുക്ക് കാണാൻ സാധിക്കട്ടെ, സംഘി മെഴുകലുകളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.